Kerala and Karnataka, the glow of purity. اللهم صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. في حب سيدنا محمد نور لبدر الهدى متمم، قلبي يحن إلى محمد ما زال من وجده متيم. اللهم صل على محمد يا رب صل عليه وآله. شوق المحب إلى محمد أثنى وثم به تهيم، أدعوك أحمد يا محمد يا سيد الرسل المقدم. اللهم صل على محمد يا رب صل عليه وآله. الهاشمي في كل محفل، الصيرمي في وجه محتل، الشافعي في يوم نمهل، يا رب صل عليه وآله. صل على محمد يا رب صل عليه وآله. صلوا على الهادي المجاهد سحقا لمن عاده محايد، صلوا عليه من شعب صامد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. اللهم صل على محمد يا رب صل عليه وآله. هم أول مؤمنين وبرسول الأمين. هم أول مؤمنين وبرسول الأمين. തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ അമീൻ. തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ അമീൻ. യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി. യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി. സ്റ്റേജിലിരിക്കുന്ന ഉലമാക്കൾ, ഉമറാക്കൾ, പ്രാസ്ഥാനിക നേതാക്കൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, ഭൗതികമായ എത്രയോ കാര്യങ്ങൾ നേടാമായിരുന്നു. പക്ഷേ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നിയ എന്ന മഹത്തായ സ്ഥാപനവും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാത്ത് പ്രചരിപ്പിക്കുക, ആ പ്രചരണത്തിലൂടെ ലോകത്ത് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി സലാത്ത് മജ്‌ലിസ് ആരംഭിക്കുകയും അൽഹംദുലില്ലാഹ് ഇന്നും അത് വളരെ പ്രൗഢിയോടെ നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നാം എല്ലാവരും കാണുന്നവരും കേൾക്കുന്നവരുമാണ്. വായാറ് സ്വലാത്ത് മജ്‌ലിസ് എന്ന് പറയുമ്പോൾ ആർക്കും അത് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വർഷങ്ങളായി സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മജ്‌ലിസ് അത് ഭൗതിക താല്പര്യത്തിന് വേണ്ടി സ്ഥാപിതമായതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഭൗതിക താല്പര്യത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും പരിഹരിക്കപ്പെടാത്ത ഒരു സഹകരിച്ച് ഇരിക്കുക. നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സയ്യിദുനാ തങ്ങൾ നൽകാൻ ആ നേതൃത്വത്തിന് കീഴിലായിട്ട് നമുക്ക് വളരെ ആദരവോടെ
സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ നമുക്ക് നേരത്തെ പ്രഭാഷണം നടത്തി തന്ന ബഹുമാനപ്പെട്ട നുച്ചിയാട് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ വേദിയിലുള്ള കടവത്തൂർ ഖാദിയാർ ഉസ്താദ് അവർകളെ മഹത്തായ വേദിയിലുണ്ട്. ഉസ്താദ് അവർകൾക്കും സ്ഥാപനത്തിന്റെ സന്തോഷം അറിയിക്കുന്നു. നമുക്ക് നീണ്ട സമയം പ്രഭാഷണം നടത്തി തന്ന വന്യരായ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ അതിരറ്റ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ബഹുമാനപ്പെട്ട ബാത്തൂർ മുഹമ്മദ് സത്താബി ഉസ്താദ് അവർകൾ. ഇന്ന് ക്ഷീണമുണ്ട്, ഖുതുബ ഓതാൻ തന്നെ ചെറിയ നടുവേദന ഉള്ളതുകൊണ്ട് ഒരുമിച്ച് കൂടി എല്ലാ സഹോദര സഹോദരിമാർക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ചു വാക്കുകൾ ചുരുക്കുന്നു. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി നീ പൊരുത്തപ്പെട്ട സ്വാധീനങ്ങളും ഇന്നവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബയാർ സ്വലാത്തിൽ സംബന്ധിക്കാൻ ദൂര ദിക്കുകളിൽ നിന്നെത്തിയ മഹാന്മാരായ സയ്യിദുമാർ, ഉലമാ, ഉമറാ, സഹോദര സഹോദരിമാർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, അഹ്ലുസുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ, സ്ഥാപനങ്ങളുമായി, ഉലമാവുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം. മാരകമായ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ആജിലായ ശുഭ നൽകണം അല്ലാഹ്, കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്, പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം. ഹക്കുകളോട് സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. അതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലല്ല അതിന് തൊട്ടു മുമ്പുള്ള വ്യാഴാഴ്ച, എൻ്റെ നാട്ടുകാരനും കൂടിയായ നമ്മുടെ വളരെ പ്രിയപ്പെട്ട കടമ്പുഴ ചുള്ളിക്കാട് കുഞ്ഞാവ ഹാജിയുടെ പ്രിയപ്പെട്ട മകൻ വലീദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സ്നേഹിതൻ അറ്റാക്ക് സംഭവിച്ചു, മരണപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് രാവിലെ ജുമാഅക്ക് മുമ്പ് ഖബറടക്കം ചെയ്തു. അല്ലാഹുവേ ഖബർ സ്വർഗ്ഗമാക്കണം അല്ലാഹ്, മഹ്ഫൂദ് നൽകണം അല്ലാഹ്. ആ കുടുംബത്തിന്, ഹാജിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നീ സമാധാനവും ബർക്കത്തുകളും ഏറ്റിക്കൊടുക്കണം അല്ലാഹ്. പല ആളുകളും റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്ത് ചെയ്യാൻ വേണ്ടി മദീനയിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ സ്നേഹികളായ ധാരാളം സയ്യിദന്മാരും ഉലമാവും ധാരാളം സ്നേഹജനങ്ങളും ഹജ്ജ് സിയാറത്ത് ഉദ്ദേശിച്ച് പോയവരുണ്ട്. എല്ലാവർക്കും നീ കബൂൽ നൽകി ആഫിയത്തോടെ ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം. ഞങ്ങൾക്ക് പല പ്രാവശ്യം മഖബൂലായ ഹജ്ജ്, മബ്റൂറായ ഹജ്ജ് യാത്ര നിർവഹിക്കാൻ അവസരം നീട്ടി തരണം ഇൻഷാ അല്ലാഹ്. നാം സ്വലാത്ത് നടത്തുമ്പോൾ പെട്ടെന്ന് മഴ വന്നാൽ ഇപ്പുറത്തേക്ക് മാറ്റേണ്ടിയുള്ള പ്രശ്നവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറുമ്പോൾ അതിൻ്റെ പ്രയാസം കണക്കിലെടുത്തിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വെച്ച് ഈ 1-2 മാസം മഴയുടെ ഈ ശക്തി കുറയുന്നത് എവിടെ വെച്ച് നിർത്താനാണ് എല്ലാവരും കൊണ്ട്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെല്ലാവരും കൊണ്ട് അങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇപ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ, നമ്മുടെ കോളേജിൻ്റെ ഉള്ളിൽ വെച്ച് ഈ പരിപാടി നടക്കുന്നത്. മറ്റൊന്ന് സൗകര്യം ഉദ്ദേശിച്ചതുപോലെ ലഭ്യമായിട്ടില്ല എന്നറിയാം.
ഒരുപാട് രോഗികളായ ക്യാൻസറടക്കം, കിഡ്നിയുടെ തകരാറടക്കം, കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നഷ്ടപ്പെട്ട വൈകല്യമുള്ള കുട്ടികളടക്കം ഈ സദസ്സിനെ ബയാർ സ്വലാത്തിനെ ആശ്രയിച്ച് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അല്ലാഹു ഖബൂൽ നൽകി എല്ലാവർക്കും രണ്ട് ലോകത്തും ആഫിയത്തും സലാമത്തും പ്രദാനം ചെയ്യട്ടെ. റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്ന് വർഷങ്ങളായി നമ്മുടെ ഈ സ്വലാത്ത് മജ്‌ലിസിൽ നാം പറഞ്ഞു വരുന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ഹദീസുകളും ഒക്കെ നോക്കിയാൽ സ്വലാത്തിന്റെ ബഹുമാനം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്ന വിശ്വാസികളോട് കൽപ്പനയുള്ള ഒരേ ഒരു അമൽ അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരേ ഒരു കാര്യം അത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. അതുകൊണ്ട് തന്നെ സ്വലാത്തിന്റെ ബഹുമാനം ഇത്വാഅത്തുൽ ലിഅംരിഹി വത്തിബാഉൽ ലിഫിഅലിഹി, അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ പിന്തുടരുക എന്ന വലിയ വിഷയം സ്വലാത്തിനുള്ളതിനാൽ സ്വലാത്ത് പോലെ ബഹുമാനമുള്ള മറ്റൊന്നല്ല. അതുകൊണ്ടാണ് സ്വലാത്ത് ചൊല്ലിയാൽ ദോഷമുള്ളൂ. റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിലായി പുഞ്ചിരിയിലായി കലിമ ചൊല്ലി മരിക്കാൻ പറ്റും. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ശ്വാസമടങ്ങി ഖബറിലെത്തിയാലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വീകരണം ലഭ്യമാണ് ഖബറിൽ. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ഖബറാളിയോട് മലായികത്ത് ചോദിക്കുന്ന കൂട്ടത്തിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, ടെൻഷൻ നീക്കും, സ്വലാത്ത് ചൊല്ലിയാൽ രോഗങ്ങൾ സുഖപ്പെടും, സ്വലാത്ത് ചൊല്ലിയാൽ കടം വീടിക്കപ്പെടും, സ്വലാത്ത് ചൊല്ലിയാൽ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടും, സ്വലാത്ത് ചൊല്ലിയാൽ ഈമാൻ പൂർണ്ണപ്പെടും, സ്വലാത്ത് ചൊല്ലിയാൽ ഇഖ്ലാസും തഖ്വക്ക് വറഅന എല്ലാ വലിയ പവർ ലഭിക്കും. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് തങ്ങളെ യഖ്ളത്തിലും മനാമിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലതവണ കാണാൻ അവസരം ലഭിക്കും. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹുവിലും മലായികത്തിന്റെ അടുത്തും സർവ്വവിശ്വാസികളുടെ ഇടയിൽ വലിയ സ്വീകാര്യത. തങ്ങളെ പിടുത്തം, അവിടുത്തെ നോട്ടം, അവിടുത്തെ ഇടപെടൽ രണ്ട് ലോകത്തും ലഭ്യമാണ്. അത്രയും ശ്രേഷ്ഠമായ സ്വലാത്ത്. ആ സ്വലാത്ത് ദുനിയാവിലാഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുമ്പോൾ ആ സ്വലാത്തിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് വലിയ പ്രതീക്ഷയോടെ ഈ മഴക്കാലമായിട്ട് ഇന്ന് വായാർ സ്വലാത്തിലേക്ക് തമിഴ്നാടിൻ്റെ, കർണാടകയിലെ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഉള്ള ആളുകൾ ഈ സ്വലാത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. റഹ്മാനായ മരിക്കുജബ്ബാറായ അല്ലാഹ് ഞങ്ങളിൽ ഒരാളെയും ഹായിബാക്കാതെ ഖബൂലാക്കി രണ്ട് ലോകത്തും നീ സലാമത്ത് നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്, ബറകാത്തുകൾ ഏറ്റിത്തരണം അല്ലാഹ്, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നൽകല്ല അല്ലാഹ്. സലാം മുസ്ലിയാരും ദുബൈർ മുസ്ലിയാരും അങ്ങനെ ബഷീർ ഖത്താഫി കൊല്ലിയ അടക്കം
ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെ ഈ ദിവസത്തിലുണ്ട്. നമ്മുടെ ഹമീദ് ഹാജി കൊടുവള്ളി വയലൂർ, ഇബ്രാഹിം മുസ്ലിയാർ പാലക്കാട്, ഹാജി ഹൈദർ ഹാജി കുവൈത്ത്, അങ്ങനെ തുടങ്ങി ബനാന ലത്തീഫ് സാഹിബും നമ്മുടെ ഹസൻ മുത്തി ഹാജി കല്ലടിക്കോടടക്കം അബ്ബാസ് മംഗലാപുരം ഉൾപ്പെടെ ഒരുപാട് പ്രിയപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, ബറകാത്തുകൾ അള്ളാഹു ഏറ്റിത്തരട്ടെ. നമ്മുടെ വലിയ സ്നേഹി ആയിരുന്ന നമ്മുടെ കൃഷ്ണാപുര ഹാരിസിൻ്റെ ആജിലായ സുഖ നൽകണം അള്ളാഹ്, കാമിലായ സുന്നത്ത് നൽകണം അള്ളാഹ്. ഈ വരുന്ന ജൂലൈ മാസം 6, 7 തീയതികളിൽ വളരെ വിപുലമായി പഴശ്ശി മഴനീയ സ്ഥാപനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ആ മഹത്തായ പരിപാടിയിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും സാന്നിധ്യവും ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. 29, 30 തീയതികളിൽ മഞ്ചേശ്വരം മദഹറിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാ വർഷവും നമ്മൾ ആ പരിപാടിക്ക് പോവാറുണ്ട്. ഇപ്രാവശ്യം UAE യാത്ര ഉള്ളതിനാൽ അതിൽ സംബന്ധിക്കാൻ കഴിയില്ല. എല്ലാവരും ആ പരിപാടിയിൽ സംബന്ധിക്കുകയും ആ പരിപാടി വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ لا إله إلا الله
يا حي يا قيوم يا حي يا لا إله إلا الله 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 وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم محمد وعلى آله وصحبه وسلم اللهم صل على എന്ന സഹമായ നെയ്യത്തോടെ ഈ മജ്‌ലിസിൽ സമ്മേളിച്ചവരുണ്ടോ നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വേണ്ടി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗ്ഗമാക്കണം അല്ലാഹ്. ഹബീബല്ലാഹ് اللهم صل على محمد يا رب صل عليه وسلم اللهم يا رسول الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا لطيف عجبنا سني باي ആദ്യ തുടങ്ങി ഒരുപാട് ആദരവുള്ള പോയിരുന്നു. ഇന്നപ്പോൾ എല്ലാം പൂർണ്ണ ഹാപ്പിയത്തോടെ നമ്മുടെ സ്വലാത്തിൽ സ്കൂളിൽ പ്രിൻസിപ്പളും ഒരുപാട് തറപ്പാടി മദനി ഉസ്താദ് ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ പാതിരെ മുന്നോട്ട് يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا مقتدر يا الله يا خالق يا الله يا قادر يا الله يا مصور يا الله يا قهار يا الله يا رزاق يا قلت عيلتنا وأنت وسيلتنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد
الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله كل آية يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راغبين في فضلك راجين من رحمتك متوسلين بجميع هذه الهجة ويا صلاة البريق المجلس إن صالحين وصيلك لك ويأتي كيكلا خائبك قبول لك الرحمن ഈ മുഖമക്കായ സദസ്സിലും ഞങ്ങളുടെ ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹ്സകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളുടെ ഖൽബ് നിറക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഇഷ്ക് ഞങ്ങൾക്ക് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ ഖബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നവരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ലാമോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ലാമോ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ورحمة للعالمين سيدنا محمد رسول الله صلى الله عليه وسلم. നമ്മളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു ആജിലായ ശിഫ നൽകണം റഹ്മാൻ. കാമിലായ സുഹൃത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങളിലെല്ലാവർക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്. സുഖപ്പെടുത്തണം അല്ലാഹ്. കൈനവിക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിലടക്കം ക്യാൻസർ പിടിപെട്ട് ഞങ്ങളുടെ സംഘടനകൾ സ്ഥാപനങ്ങൾ പണ്ഡിത സാധാരണങ്ങളുമായി സഹായികളായ സഹകാരികളായ ഗണപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപാപ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ കിഡ്നിയുടെ തകരാറടക്കം വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, ഷാഫിയാണ് അല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൊണ്ട് ഖൽബ് ഹയാത്താക്കണം. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിഅ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വാഇയത്ത് നിലനിർത്തണം അല്ലാഹ്. ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്.
ഈ ശക്തമായ മഴക്കാലമായിട്ട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ലക്ഷ്യമാക്കി ഇവിടെത്തിയ ഉൾപ്പെടെ മുഴുവൻ സ്വഭാവങ്ങളും കൽപ്പിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹ്യി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാൻ യാ അല്ലാഹ് യാ റഹീം യാ അല്ലാഹ് യാ മലിക് യാ അല്ലാഹ്. ലൈസ ലദൈനാ عمل يقربنا إليك بعد الإيمان إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك. عاجلاയ ശിഫ നൽകണം കാമിലായ ശിഫത്ത് നൽകണം കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം ബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം സുഖപ്പെടുത്തണം. ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ അപകടമറ്റ് നടക്കാൻ കഴിയാത്തവർ ഓർത്തോന്ന് മുഖം കൂടി ഒരു ഭാഗം തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു നീക്കണം സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം. കിഡ്നിയുടെ തകരാറ് മാറ്റണം. ഡയാലിസിസില്ലാതെ സുഖമാക്കണം. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡൊഴുകുന്നവരുണ്ട്, മൂത്രത്തിൽ ഭയപ്പെട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം, അലർജി സുഖപ്പെടുത്തണം, ആസ്മ സുഖപ്പെടുത്തണം, ശ്വാസമുട്ട് സുഖപ്പെടുത്തണം. മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴകൾ വന്ന് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളകളും മഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞവർ അർഹമർറഹീമായ അല്ലാഹ് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ റഹ്മത്തുൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ സലാത്ത് നൽകണം അല്ലാഹ്, ആഫിയത്ത് നൽകണം അല്ലാഹ്, ശിഫ നൽകണം റഹ്മാൻ. കാലിൽ നീര് വന്ന് വീർത്ത് മുട്ടിയിട്ട് കാല് പൂർണ്ണപ്പെട്ട ഷുഗർ കൂടി പഴുപ്പലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും പ്രയാസം പറഞ്ഞവർ ആളുകൾക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ ശ്രേഷ്ഠ മജ്‌ലിസിൽ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, കൊറോണ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തണം, പകർച്ചവ്യാധി രോഗങ്ങൾ സുഖപ്പെടുത്തണം. ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് സകല രോഗങ്ങളും ഞങ്ങളിലും പറയപ്പെട്ടവർക്കും നീ ശിഫയാക്കണം റഹ്മാൻ. ആഫിയത്ത് നൽകണം അല്ലാഹ്. മാനസിക രോഗം, പൈശാചിക രോഗങ്ങളടക്കം നീ സുഖപ്പെടുത്തണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അർഹമർറഹീമായ അല്ലാഹ്, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത
ഐസിയുവിലും വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട്. നീ ബോധം നൽകണം. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അക്മലുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം നൽകി ബായാർ സ്വലാത്തിലെ ശ്രേഷ്ഠ മജ്ലിസ് ഖബൂലാക്കി മക്കളില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഖൈറിന്റെ വഴി ഈ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ബിസിനസ്സിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ മജ്ലിസിൽ സമ്മേളിച്ച സർവ്വരിലും ഖൈറാത്ത് ബറകാത്ത് ഏറ്റിത്തരണം അല്ലാഹ്. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മാത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ഛിന്നഭിന്നമാക്കല്ല റബ്ബേ. ഏത് സിഹ്റോ അയ്നോ ശൈത്വാനോ ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ഖദർ റളിയല്ലാഹു അൻഹും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൊണ്ടുതരണം റഹ്മാൻ. വിവാഹപ്രായമെത്തി കല്യാണം ശരിപ്പെടാത്തവർക്ക് ഖൈറായ മകളെ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. വീടിന്റെ പണി മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങളൊക്കെ വിഷമില്ലാതെ പൂർത്തീകരിക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുടെ ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളുടെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ ഖബൂലാക്കിയിട്ട് അരിമത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല തവണ തങ്ങളെ മഖബൂലായ നിലക്ക് നിർവഹിക്കാനാണ് ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകളേറ്റി നിലനിർത്തി എത്തിയാൽ എത്ര വലിയ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ ഹാദാ മുഹമ്മദ് റസൂലുള്ളാഹ് ഈമാനോട് തപസ്സുലായി കലിമത്തു തൗഹീദ് ചരിച്ചു പിരിയാൻ റബ്ബേ ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാൻ. നമ്മളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. അതുപോലെ അഅമാലിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. യാ റബ്ബനാ അൻത മൗലാനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. നിഅമൽ മൗലാ വനിഅമൻ നസീർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا وسلم على سيدنا محمد وآله وصحبه. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. اللهم صل على
محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم اللهم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم اللهم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله وبرسول الأمين هم أول المؤمنين وبرسول الأمين തിങ്കളിലെന്നും സയ്യിദീ ഒളിവായി തരവൻ അൽ-അമീൻ തിങ്കളിലെന്നും സയ്യിദീ ഒളിവായി തരവൻ അൽ-അമീൻ യാ ഫാത്തിമ നൂറാനി
وآله اللهم صل على محمد يا رب صل عليه وآله في حب سيدنا محمد نور لبدر الهدى متمم قلبي يحن إلى محمد ما زال من وجده متيم اللهم صل على محمد يا رب صل عليه وآله شوق المحب إلى محمد أثنى وثم به تهيم أدعوك أحمد يا محمد يا سيد الرسل المقدم اللهم صل على محمد يا رب صل عليه وآله الهاشمي في كل محفل الصيرمي في وجه محتل الشافعي في يوم نمهل يا رب صل عليه وآله صل على محمد يا رب صل عليه وآله صلوا على الهادي المجاهد سحقا لمن عاده محايد صلوا عليه من شعب صامد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله اللهم صل على محمد يا رب صل عليه وآله رسول الأمين هم أول مؤمنين وبرسول الأمين തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ അമീൻ തിങ്കളിലെന്നും സയ്യിദീൻ ഒളിവായി തരവായി അൽ അമീൻ യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി യാ ഫാത്തിമ നൂറാനി യാ സഹ്റൻ സഹ്റാനി സല്ലല്ലാഹു അലൈഹി വസല്ലം. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and Prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today 55488910. Venus Trading and Services near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service. ലക്ഷ്യം മികച്ച ജോലിയാണെങ്കിൽ പഠിക്കാം റൂട്രോണിക്സിന്റെ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ. കേരളത്തിലുടനീളമുള്ള അംഗീകൃത പഠന കേന്ദ്രങ്ങൾ വഴി SSLC, +2, ഡിപ്ലോമ, ഡിഗ്രി പഠനം പൂർത്തിയാക്കിയവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. SC/ST വിദ്യാർത്ഥികൾക്ക് 100% സൗജന്യവും ഒപ്പം മറ്റ് വിഭാഗങ്ങൾക്ക് നിബന്ധനകളോടെ 20% വരെ ഫീസ് ഇളവിലും പഠിക്കാൻ അവസരം. PSC നിയമനങ്ങൾക്ക് യോഗ്യമായ ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ കൂടാതെ റൂട്രോണിക്സ് സർട്ടിഫൈഡ് കോഴ്സുകളും തിരഞ്ഞെടുക്കാം. കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടാം, ജോലി സാധ്യതകൾ കൂടുതൽ ഉറപ്പുള്ളതാക്കാം. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിലൂടെ സുരക്ഷിതമായ ഭാവിക്ക് ഉറപ്പുള്ള അടിത്തറവാകൂ. വിളിക്കൂ 9072-767-005 or visit www.eduskilling.com. City Gold, Gold and Diamonds, Kerala and Karnataka.
Kerala and Karnataka, the glow of purity.